അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ശരിക്കും ശരിക്കും ആ പഴയ ഡേജാവു വന്ന പോലെ ഉണ്ടായി ചില സീൻസ് ഉണ്ടായിരുന്നു. എങ്ങനെ ഒരു കോമഡി മൂഡിലേക്കാണോ അതോ ഫസ്റ്റ് ഹാഫ് കോമഡി ആയിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഇമോഷണൽ ആയിരുന്നു. മെസ്സേജസ് അങ്ങനെ മസ്റ്റ് വാച്ച്. ഫസ്റ്റ് ഹാഫ് ചിരിപ്പിച്ചു, സെക്കൻഡ് ഹാഫ് കരയിപ്പിച്ചു. അടിപൊളി. നമ്മുടെ ദിലീപിനെ, പഴയ ദിലീപിനെ നമുക്ക് തിരിച്ചു കിട്ടി. പടം കണ്ട എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാണ്. ഇത്രയും വലിയ ആൾക്കാർ കൂടെ എന്നാലും നമ്മുടെ ദിലീപിനെ എനിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഇങ്ങനെ തിരിച്ചു കിട്ടിയ പഴയ ദിലീപിനെ എന്താ രസം, എന്താ ഒന്നും പറയാനില്ല, അത്ര മനോഹരമായിരിക്കുന്നു ഈ പടം. വളരെ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. പടം അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, നമുക്ക് ചിരിച്ച് മറിയാൻ പറ്റുന്ന, ഫാമിലീസിന് ചിരിക്കാൻ പറ്റുന്ന, എല്ലാവരും കൂടി കാണാൻ പറ്റുന്ന മൂവിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഫസ്റ്റ് ഒരു സിനിമയാണ് നായകനെന്ന് തോന്നാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ആളുടെ. ഇമോഷൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും എല്ലാം വർക്കൗട്ടാണ്. ദിലീപിന്റെ ഒരു കംബാക്ക് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. സൂപ്പറാണ്. നാളേക്ക് ശേഷം ഫാമിലി ആയിട്ട് തിയേറ്ററിൽ വന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റിയ തീർച്ചയായിട്ടും ഫസ്റ്റ് ഹാഫ്, അതാ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഹാഫ് ഫുള്ളി എന്റർടൈൻമെന്റ്സ് ആണ്, കോമഡീസ് ആണ്, അതെല്ലാം വർക്ക്ഔട്ട് ആവുന്ന കോമഡീസ് ആണ്. മൂവി ഇമോഷണൽ സൈഡിലേക്ക് പോയിട്ടുണ്ടോ? അതെ, പോയിട്ടുണ്ട്. അത് അവസാനമൊക്കെ നമുക്ക് അത്യാവശ്യം ഇമോഷൻസ് ആണ്, നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്. എല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട്, അതായത് ഒരു വന്നു പോയൊരു വ്യക്തി പോലും വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. നല്ല മൂവിയായിരുന്നു. നമുക്ക് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു മൂവി തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമോഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ നല്ലൊരു കണ്ടന്റ് ഉള്ള ഒരു മൂവിയാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ ഫാമിലി ആയിട്ട് എല്ലാവരും പോയി കാണാൻ നല്ല സിനിമയാണ്. ആ ട്രെയിലറിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഡ്രാമ, കോമഡി, ഇമോഷണൽ സംഭവം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതെ അതെ അതെ. പിന്നെ നമ്മുടെ ദിലീപേട്ടന്റെ തിരിച്ചുവരവും കൂടിയാണത്. അടിപൊളിയാണ്. നേരത്തെ പണ്ടത്തെ നമ്മുടെ ദിലീപേട്ടനൊക്കെ തിരിച്ചു കാണുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക്. ശരി, നല്ല അടിപൊളി മൂവിയാണ്. എല്ലാ ചെക്ക് ബോക്സസും ടിക്ക് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് അവസാനമാകുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണാനുണ്ട്. ദിലീപേട്ടന്റെ ആയാലും പെർഫോമൻസും അതുപോലെ നായികയുടെ പെർഫോമൻസും വാസ് റിയലി ഗുഡ്. ഓവറോൾ എവറിത്തിങ് വാസ് റിയലി പുട്ട് ടുഗദർ. ഫസ്റ്റ് ഹാഫിലാണ് കുറച്ചുകൂടെ ചിരിയൊക്കെ വരുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് കുറച്ചുകൂടെ പടം കോറിനോട് ഒരു സ്റ്റോറിയിലേക്ക് അടുക്കാണ്. സോ അത്ര ചിരിക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, കഥയുണ്ട്, അത് ലൈറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി ഡ്രാമ പറയുന്ന സ്റ്റോറിയാണ്. ഫാമിലിയും ഉണ്ട്, സോഷ്യൽ കോസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഫാമിലിക്ക് വന്ന് കാണണം, ബിക്കോസ് there's a lot you can take away from this movie. ഒരു സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ കവർ ചെയ്യുന്ന ഒരു പടമായതുകൊണ്ട് അങ്ങനെ.